ഹലോ. എന്നും കയ്യിൽ യൂണിഫോം ആണെങ്കിൽ ഇന്നൊരു മാറ്റമുണ്ട്. റൈറ്റിംഗ് പാഡാണ്. എന്നും ഉപയോഗിക്കുന്ന സാധനം അല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ മറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ നല്ല തലവേദന, തല പൊട്ടി പോകുമ്പോഴത്തെ ഒരു ഫീലാണ് എന്ന് കരുതി ഇന്നിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാനൊന്നും പറ്റത്തില്ല. നേരെ അടുക്കളയിലോട്ട് തന്നെ പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. അങ്ങനെ ഇരുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബസ്സിൽ ആൻറ്റി വിളിച്ച് പറഞ്ഞു ആൻറ്റി ഇന്നില്ല, അതുകൊണ്ട് കോൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, നേരത്തെ കയറണമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം ഒന്ന് ഒതുക്കി റോഡിൽ കയറാനുള്ള പ്ലാനായിരുന്നു. അപ്പം ആദ്യം കാപ്പി ഉണ്ടാക്കി. കാപ്പി ഇന്ന് പുട്ടാണ്. പുട്ടിന് മാവ് ഉമ്മ തന്നെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് പുട്ടൊക്കെ എടുത്ത് അവിച്ചിട്ട് പപ്പടം ഉണ്ടായിരുന്നു, പപ്പടവും കൂടെ മുരിച്ചെടുത്തു. റംസാന് പുട്ടും പഞ്ചസാരയാണ് കാപ്പിയായിട്ട് കൊടുത്തത്. അപ്പം പുട്ടും പപ്പടമൊക്കെ ആക്കി വെച്ച് ചായ ഇട്ടിട്ട് പിന്നെ ഞാൻ നേരെ ലഞ്ചും സ്നാക്സൊക്കെ പാക്ക് ചെയ്ത് ലഞ്ചിന് കൊടുത്ത് വിട്ടത് ചോറും മീൻകറി കുറച്ച് മീനും തന്നെയാണ്. ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല. സ്നാക്സിന് അവന് ഇഷ്ടപ്പെട്ട, എനിക്ക് പേരറിഞ്ഞൂടാത്തൊരു സാധനമാണ് കൊടുത്തു വിട്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കി വെച്ചു. ടവൽ കൊണ്ടുപോകണത് അതേപോലെ മടക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടീച്ചറിനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ലഞ്ച് ടവൽ പുറത്തെടുക്കുന്നില്ല എന്നുള്ള കാര്യം. പിന്നെ ഞാനിപ്പോൾ അത് ലഞ്ച് ബോക്സിൽ പൊതിഞ്ഞ് കൊടുത്തു വിടാൻ തുടങ്ങി. അപ്പം പിന്നെ എടുത്ത് ഉപയോഗിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്ത് വെച്ചു. ഇന്ന് എക്സാം ഉച്ചവരെ ഉള്ളൂ എങ്കിലും ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ക്ലാസ് ഉണ്ട്, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ പെൻസില്, കളറ്, റബ്ബർ കട്ട ഇതെല്ലാം എടുത്തു വെച്ചു. റബ്ബർ കട്ട നോക്കിയപ്പോൾ കാണാനില്ല. പിന്നെ വേറെ ഒരെണ്ണമൊക്കെ കൊടുത്തു. എന്നും ഇതൊരു പതിവാക്കി കൊണ്ട് വരികയാണ്, കളഞ്ഞിട്ട് വരും എന്നുള്ളത്. എന്നിട്ടൊരൊറ്റ ഡയലോഗ്, എവിടെയെന്ന് കേട്ടാൽ എന്നെ പറയും ഉമ്മച്ചി നോക്ക് ഇതിനകത്തുണ്ടെന്ന്. വെറുതെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരും. പിന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി അവനെയും കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ എടുത്ത് തോരൻ വെച്ചിട്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. മിക്കവരും എൻ്റെ ചോദിക്കും എന്തുകൊണ്ട് ലഞ്ചിൻ്റെ വീഡിയോസൊന്നും, അത് ഉച്ച നേരത്തെ വീഡിയോസൊന്നും ഇടാത്തതെന്ന്. ഞങ്ങളിവിടെ കാപ്പി ആവും മുമ്പേ ചോറാവുന്നുണ്ട്. റംസാൻ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ വീഡിയോ ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഉച്ചത്തതൊന്നും കാണിക്കാത്തത്. ഇനി മുതൽ അങ്ങനെ ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ക്യാരറ്റ് തോരനൊക്കെ വെച്ചിട്ട് ഞാൻ കാപ്പി കുടിച്ചു. അപ്പോൾ അത്രയും